TV സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ. പ്രേമം എപ്പിസോഡ് 33. സാം അലക്സ് പറയുന്നത് കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു നീലിമ. അമ്പരപ്പ് മാറിയപ്പോൾ അവൾ പറഞ്ഞു, നോക്കൂ മിസ്റ്റർ സാം അലക്സ്, നിങ്ങൾ സൂര്യയെ തിരികെ കിട്ടാനായിട്ട് എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ടീമിൽ വന്നതിന് ശേഷമാണ് അവന് നല്ലൊരു അവസരം കൂടി കിട്ടുന്നത്. സോ അവനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് മോഹിക്കണ്ട, നീലിമ പറഞ്ഞു. അത് കേട്ട് സാം ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ രക്ഷയ്ക്കായി വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും സൂര്യ തന്നെ അനുസരിച്ച് ഒരു അടിമയെ പോലെ കൂടി നിന്നേനെ. ഇവളാണ് എല്ലാം തകർത്തത്. സാം പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. നീലിമയാണോ ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? സാം അലക്സ് ചോദിച്ചു. നീലിമ അത് കേട്ട് കിരണിനെ നോക്കി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സാർ? നീലിമ ചോദിച്ചു. കിരൺ അപ്പോഴെല്ലാം അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. നീലിമ ചോദിച്ചത് കേട്ട് അവൻ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏയ് ഒരു തെറ്റുമില്ല. സാം അലക്സ്, തനിക്കിപ്പോൾ ഉള്ള മോഡൽസ് തന്നെ ആദ്യം ഗൈഡ് ചെയ്യാൻ നോക്ക്. നീലിമ അവരുടെ ജോലി ചെയ്യട്ടെ. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ സന്തോഷത്തോടെ അവനെ നോക്കി. കിരൺ പക്ഷേ അത്ര നല്ലവനല്ല എന്ന് നീലിമയ്ക്ക് അവന്റെ നോട്ടം കൊണ്ട് തന്നെ തോന്നിയിരുന്നു. സാർ, എന്നാ പിന്നെ പോവുമല്ലേ? എനിക്ക് ജോലിയുണ്ട്, നീലിമ പറഞ്ഞു. ഓ യെസ്, വാടോ പോവാം, കിരൺ സാം അലക്സിനെ നോക്കി പറഞ്ഞു. എന്നിട്ട് അയാൾക്കൊപ്പം കേബിൽ നിന്നും ഇറങ്ങിപ്പോയി. നീലിമ ആശ്വാസത്തോടെ സീറ്റിൽ ചാഞ്ഞു കിടന്നു. പുറത്തെത്തിയപ്പോൾ കിരൺ നീലിമയുടെ ക്യാബിനിൽ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവൾ ഫയലുകൾ മറച്ചു നോക്കുന്നത് ഒരു നിമിഷം അവൻ നോക്കി നിന്നു. അവൾ സാധാരണ പെൺകുട്ടികളെ പോലെയല്ല എന്ന അവന്റെ ഊഹം ശരിയായിരുന്നു. കിരണിനെ കണ്ടാൽ സാധാരണയായി അറിയപ്പെടുന്ന മോഡൽസ് പോലും കയ്യിലെടുക്കാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറാവാറുണ്ട്. പക്ഷേ നീലിമയൊന്ന് തന്നെ ശ്രദ്ധിച്ചത് പോലുമില്ല. തനിക്ക് അവളോട് തോന്നുന്ന വികാരം പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കിരൺ അവിടെ ചെറുപുഞ്ചിരിയോടെ നിന്നു. സാം അലക്സ് കിരണിനെ തന്നെ നോക്കി. കിരണിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവന് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. നീലിമയെ കിരണിന് ബോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സാം അയാളോട് ചോദിച്ചു, ബോസ്, ഇതെന്താ മൊത്തത്തിലൊരു മാറ്റം? ബോസ് ഇങ്ങനെ സാധാരണയായി സൗമ്യമായി ഇങ്ങനെ ആരോടും സംസാരിക്കാറില്ലല്ലോ. കിരൺ അതിന് മറുപടി പറയാതെ നീലിമയെ തന്നെ നോക്കി. അത് കണ്ട് സാം അലക്സ് വീണ്ടും ചോദിച്ചു, ബോസിന് അവളെ നന്നായി ബോധിച്ചെന്ന് തോന്നുന്നല്ലോ. താനൂഹിച്ചത് ശരിയാ, എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, കിരൺ പറഞ്ഞു. കാര്യം സാം അലക്സിന് മനസ്സിലായിരുന്നു. എങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അയാൾക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. കിരണിനെ നീലിമ വളച്ചെടുത്താൽ കമ്പനിയിൽ തനിക്കുള്ള സ്വാധീനം നഷ്ടമാകുമെന്ന് അവൻ ചിന്തിച്ചു. അല്ല, ബോസിന് അവളോട് എന്തിഷ്ടമാണ് തോന്നുന്നത്? പ്രേമമാണോ? സാം അലക്സ് അർത്ഥം വെച്ച് ചോദിച്ചു. അറിയില്ല, കിരൺ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ എനിക്കറിയാം, ബോസിന് അവളോട് പ്രേമമൊന്നുമല്ല, വെറും ഒരു മോഹം മാത്രമേ ഉള്ളൂ. അവളെ റൂമിലെത്തിക്കാൻ ബോസ് വിചാരിച്ച പറ്റുമെന്നേ, സാം അലക്സ് പറഞ്ഞു. എങ്ങനെ? കിരൺ ചോദിച്ചു. ബോസ് തന്നെ ഒരു വഴി ആലോചിച്ച് നോക്കൂ. നമ്മുടെ കമ്പനിയുടെ വാർഷികം വരുവല്ലേ, അന്നേരം അവളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നോക്ക്. ബാക്കിയൊക്കെ വഴിയെ നടക്കൂ, സാം അലക്സ് പറഞ്ഞു. അത് കേട്ട കിരൺ ആവേശത്തിലായി. എടോ, അവളെ അങ്ങനെ സെറ്റാക്കി തരുവാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും, ഉറപ്പ്, സാം അലക്സിനെ നോക്കി കിരൺ പറഞ്ഞു. ഉറപ്പാണോ? സാം അലക്സ് സംശയത്തോടെ ചോദിച്ചു. ഉറപ്പ് ഞാനല്ലേ പറയുന്നേ, നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? കിരൺ ചോദിച്ചു. സാം അലക്സ് അതിന് മറുപടി പറഞ്ഞില്ല. ഏതു വിധേനയും നീലിമയെ കിരണിന് അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ സാം അലക്സ് മനസ്സിൽ ചിന്തിച്ചു. നീലിമ അത്ര വേഗം അങ്ങനെ ഒരു കാര്യത്തിന് വഴങ്ങുന്ന ആളല്ല എന്നും സാമിന് അറിയാം. എന്നാലും കിരണിന് നീലിമയോട് വല്ല പ്രണയം തോന്നി തുടങ്ങിയാൽ അത് പാരയാവും. അതിനു മുന്നേ എല്ലാം നടക്കണം. പിന്നെ മാനം നഷ്ടപ്പെട്ടാൽ നീലിമ പിന്നെ ഓഫീസിൽ തുടരില്ല. അതുവഴി സൂര്യ വീണ്ടും തന്റെ പക്കലെത്തിക്കാം. സാം അലക്സ് കണക്കുകൂട്ടി. അയാളുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു. സിദ്ധാർത്ഥ് അവന്റെ ഓഫീസ് ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അടുത്ത് തന്നെ അസിസ്റ്റന്റുമുണ്ട്. സിദ്ധാർത്ഥ് തന്റെ മുന്നിലെ ലാപ്ടോപ്പിൽ നിന്നും ഓരോ കമ്പനിയുടെയും ഫയൽസ് പരിശോധിക്കുകയായിരുന്നു. ഇടയിലെന്തോ ഓർത്ത പോലെ അവൻ തലയുയർത്തി. സ്റ്റാർഡം മീഡിയ ഇപ്പോൾ എങ്ങനെ പോകുന്നു? കിരണിന് വല്ല മാറ്റം ഉണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട അസിസ്റ്റന്റ് അവനെ അത്ഭുതത്തോടെ നോക്കി. സാധാരണ അവന്റെ കീഴിലുള്ള ചെറിയ കമ്പനികളുടെ കാര്യങ്ങൾ സിദ്ധാർത്ഥ് അന്വേഷിക്കാറില്ല. എന്നിട്ടിപ്പോൾ ഇടയ്ക്കിടെ സ്റ്റാർഡം മീഡിയയെക്കുറിച്ച് അവൻ തിരക്കുന്നുണ്ട്. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ആലോചിച്ചു നിൽക്കുന്ന അസിസ്റ്റന്റിനെ നോക്കി സിദ്ധാർത്ഥ് ആവർത്തിച്ചു. എസ് സാർ, സ്റ്റാർഡം മീഡിയയിൽ ഇപ്പോൾ നല്ല പുരോഗതിയുണ്ട്. പക്ഷേ കിരൺ സാർ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുകയാണ്, അസിസ്റ്റന്റ് പറഞ്ഞു. അപ്പോൾ മീഡിയയിൽ ഇപ്പൊ വന്ന മാറ്റം എന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അവിടേക്ക് ജോലിക്ക് കയറിയതിൽ പിന്നെ കമ്പനിയിൽ പുരോഗതിയുണ്ടെന്ന് സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. എന്നാലും അസിസ്റ്റന്റ് വഴി അത് ഒന്നുകൂടി കേൾക്കാൻ തോന്നിയത് കൊണ്ടാണ് സിദ്ധാർത്ഥ് ആ കാര്യം വീണ്ടും ചോദിച്ചത്. സാർ, അവിടെ ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ CV കണ്ടപ്പോൾ ചർച്ച ചെയ്തില്ലേ? മിസ് നീലിമ, അസിസ്റ്റന്റ് പറഞ്ഞു. ഓ, ആ സൂര്യയുടെ ഗൈഡ്. ആ, ഓർമ്മയുണ്ട്.
സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ മനസ്സിലപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു. ശരി, താൻ പൊക്കോളൂ. പിന്നെ ആ ശിവശങ്കറിലെ ഡയറക്ടർ, അയാളെ വിളിച്ചിട്ട് നമ്മുടെ കമ്പനിയിലെ മോഡലാണ് അയാൾ വെബ് സീരീസിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സൂര്യ എന്ന് അറിയിക്കണം. വേണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കൂടി പറയൂ. അതാവുമ്പോൾ അയാൾ അവന്റെ കാര്യം ഇത്തിരി കൂടി സീരിയസ് ആയി എടുക്കും. സൂര്യക്ക് എന്തായാലും ലീഡിംഗ് റോൾ തന്നെ കൊടുക്കാൻ പറയണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അസിസ്റ്റന്റ് അതിനെ തലയാട്ടിയ ശേഷം ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെക്കുറിച്ച് ഓർത്തു. അപ്പോൾ അവളെ ഒന്ന് വിളിക്കാൻ സിദ്ധാർത്ഥിന് തോന്നിയെങ്കിലും അവൻ വിളിക്കാൻ തുനിഞ്ഞില്ല. നീലിമയുടെ കാര്യത്തിൽ ഈയിടെയായി അവന് അത്ര താല്പര്യം തോന്നുന്നുണ്ട്. അത് നിയന്ത്രിക്കണമെന്ന് അവന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല പലപ്പോഴും. സിദ്ധാർത്ഥ് വീണ്ടും ഫയലിൽ നോക്കി ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അവന്റെ മനസ്സ് വീണ്ടും നീലിമയുടെ അടുത്തേക്ക് തന്നെ പോയി. ഓഫീസിലെ ജോലികൾ ഒരുവിധം ഒതുങ്ങിയപ്പോൾ നീലിമ സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ അപ്പോഴും കഠിനമായ പരിശീലനത്തിലായിരുന്നു. ദേഹമെല്ലാം വിയർപ്പിലൊട്ടിയിരുന്നു. അത് കണ്ട നീലിമയ്ക്ക് ആകെ വല്ലായ്മ തോന്നി. തന്നോടുള്ള ബഹുമാനം കൂടി കൊണ്ടാണ് സൂര്യ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അവൾക്ക് ആ കാര്യത്തിൽ സഹതാപം തോന്നി. സൂര്യ, ഇന്നിനി മതി, റെസ്റ്റ് എടുക്ക്, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യ ഉടനെ പ്രാക്ടീസ് നിർത്തി അവളുടെ അടുത്തേക്ക് വന്നു. അതെന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൂര്യ ചോദിച്ചു. പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് ഇന്നൊരു ഫോട്ടോ ഷൂട്ട് കൂടി ഉണ്ട്. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ചിരുന്നു. നീ വേഗം റെഡി ആവണം, അതാ നിർത്താൻ പറഞ്ഞ്, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യ ഉത്സാഹത്തോടെ റെഡി ആവാനായി പോയി. അപ്പോൾ നീലിമ ഫോട്ടോഗ്രാഫറെ വീണ്ടും വിളിച്ചു. ഹലോ മേഡം, പറയൂ, ഫോട്ടോഗ്രാഫർ പറഞ്ഞു. അയാൾക്ക് സൂര്യ ശിവശങ്കറിന്റെ സീരീസിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം നീലിമ പറഞ്ഞു നേരത്തെ അറിയാമായിരുന്നു. അതിന്റെ ആവേശം അയാളുടെ സംസാരത്തിൽ നിന്നും പ്രകടമായിരുന്നു. സമയത്തിനെത്തില്ലേ? സൂര്യ റെഡിയാവുന്നുണ്ട്, നീലിമ പറഞ്ഞു. എസ് മേഡം, ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു, അയാൾ പറഞ്ഞു. അതെ, വരുമ്പോൾ സൂര്യയുടെ പഴയ എടുത്ത ഫോട്ടോകൾ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കൊണ്ടുവരാമോ? നീലിമ ചോദിച്ചു. ഓക്കെ മേഡം. ഫോട്ടോഗ്രാഫർ ഫോൺ കട്ട് ചെയ്തു. സത്യത്തിൽ മറ്റൊരു കാര്യം കൂടി നീലിമയോട് ചോദിക്കണമെന്ന് അയാൾക്കുണ്ടായിരുന്നു. സൂര്യ വെബ് സീരീസിൽ അഭിനയിച്ചു തുടങ്ങിയാൽ അവന്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആവാൻ താല്പര്യമുണ്ട് എന്ന കാര്യമായിരുന്നു. നീലിമ എന്ത് കരുതും എന്ന് ഓർത്തത് കൊണ്ട് അയാൾ അതപ്പോൾ ചോദിച്ചില്ല. മറ്റൊരു സന്ദർഭത്തിൽ അത് ചോദിക്കാമെന്ന് അയാൾ ചിന്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂര്യ റെഡിയായി വന്നപ്പോൾ ഫോട്ടോഗ്രാഫറും സഹായികളും എത്തിയിരുന്നു. ഒരു ബ്ലാക്ക് കുർത്ത ധരിച്ചായിരുന്നു സൂര്യ എത്തിയത്. അവന് ആ വസ്ത്രം നന്നായി ചേരുന്നുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ട് എഴുന്നേറ്റു. ഓ, അടിപൊളി, നിനക്ക് നല്ല ചേർച്ചയുണ്ട് ഇത്, നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് അവളെ നോക്കി. നീലിമയുടെ മുഖത്തുള്ള സന്തോഷം അവനിലേക്കും പടർന്നു. നമുക്ക് ഫോട്ടോസ് ആ കോറിഡോറിനപ്പുറം സെറ്റ് ചെയ്യാം. അവിടെ ആവുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. ഫോട്ടോ ഉഗ്രനായിരിക്കും, നീലിമ ഫോട്ടോഗ്രാഫറിനെ നോക്കി പറഞ്ഞു. മാമിന് ഈ കാര്യത്തിലൊക്കെ നല്ല അറിവാണല്ലോ, ഫോട്ടോഗ്രാഫർ അവളെ പുകഴ്ത്തി പറഞ്ഞു. അത് കേട്ട നീലിമ പുഞ്ചിരിച്ചു. അങ്ങനെ ഒടുവിൽ ഫോട്ടോഷൂട്ട് തുടങ്ങി. സൂര്യ നന്നായി പോസ്റ്റ് ചെയ്ത് സഹായിച്ചത് കാരണം വളരെ വേഗത്തിൽ ഫോട്ടോസ് എടുക്കാനും കഴിഞ്ഞു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ നീലിമ അവിടെ നിന്നും ക്യാബിനിലേക്ക് പോയി. നല്ല ഫോട്ടോകൾ എഡിറ്റ് തീർന്നാലുടൻ തനിക്ക് അയക്കാൻ ഫോട്ടോഗ്രാഫർക്ക് നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു അവൾ അവിടെ നിന്നും പോയത്. സൂര്യ വേഷം മാറാനും മറ്റുമായി മേക്കപ്പ് റൂമിലേക്കും തിരികെ പോയി. നീലിമ ക്യാബിനിൽ ചെയ്തു തീർക്കാനുള്ള ജോലികൾ തീർക്കാനുള്ള തിരക്കിലായിരുന്നു. ഇന്നത്തെ ദിവസം ഇത്തിരി ജോലി ഭാരം കൂടുതലായിരുന്നു. അവൾ ജോലിയൊന്ന് ഒതുക്കിയ ശേഷം ഫേസ്ബുക്ക് തുറന്ന് സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് മഞ്ഞളിച്ചു. ആരും തിരിഞ്ഞു നോക്കാൻ കൂടി ഇല്ലായിരുന്ന സൂര്യയുടെ പ്രൊഫൈലിൽ അപ്പോൾ 3 ലക്ഷം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞിരുന്നു. സൂര്യ സന്തോഷത്തോടെ അവന് വന്ന കമന്റുകൾ വായിച്ചുകൊണ്ടിരുന്ന സമയം അവൾക്ക് ഒരു ഫോൺ കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പരായിരുന്നു. നീലിമ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ മിസ് നീലിമ, ആ ഫിലിം ഡയറക്ടർ ശിവശങ്കറിന്റെ മാനേജറാണ് സംസാരിക്കുന്നത്. മറുതലക്കിൽ നിന്ന് സ്വയം ഒരാൾ പരിചയപ്പെടുത്തി. നീലിമ അമ്പരന്നു പോയി. അങ്ങനെ ഒരു കോൾ അവൾ ആ സമയം പ്രതീക്ഷിച്ചിരുന്നില്ല. സാർ പറയൂ. ആദ്യത്തെ അമ്പരപ്പ് മാറിയ ശേഷം നീലിമ പറഞ്ഞു. ഹായ്, നിങ്ങളുടെ സ്റ്റാർഡം കമ്പനിയിലെ സൂര്യയെ ഞങ്ങളുടെ വെബ് സീരീസിൽ സെക്കൻഡ് ലീഡ് റോൾ ചെയ്യാൻ തിരഞ്ഞെടുത്ത കാര്യം ഒഫീഷ്യലായി ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, മാനേജർ പറഞ്ഞു. താങ്ക് യു സാർ, നീലിമ പറഞ്ഞു. അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി. അതിലും വലിയൊരു സന്തോഷം സൂര്യക്കിനി വരാനില്ല എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ മിസ് നീലിമ ഓക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും വിശദമായ വിവരങ്ങൾ സംസാരിക്കാം, മാനേജർ പറഞ്ഞു. ഓക്കെ ആണ് സാർ, നീലിമ പറഞ്ഞു.
അല്പനേരം കൂടി തമ്മിൽ സംസാരിച്ച ശേഷം നീലിമ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് സൂര്യയുടെ സഹോദരി വർഷയുടെ ഓപ്പറേഷൻ ആണ് നീലിമ ഓർക്കുന്നത്. അവൾ വാച്ചിലേക്ക് നോക്കി. സമയം വൈകിയിരിക്കുന്നു. അവൾ ഉടനെ വേഗമെടുത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങി ഒരു ടാക്സി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നീലിമ ഹോസ്പിറ്റലിലെത്തി. സൂര്യയും ഇതിനകം അവിടെ വന്നു കാണുമെന്ന് ഊഹിച്ചുകൊണ്ട് നീലിമ ലിഫ്റ്റിൽ കയറി. തിടുക്കത്തിൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ആരുടെയോ ദേഹത്ത് മുട്ടി. അയ്യോ സോറി, നീലിമ പറഞ്ഞു. അപ്പോഴാണ് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നത്. അത് സാമലക്സ് ആയിരുന്നു. നീലിമയെ ആ സമയത്ത് അവിടെ കണ്ട സാമലക്സ് ഒന്ന് അമ്പരന്നു. സൂര്യയെ തന്നിൽ നിന്നും തട്ടിയെടുത്ത നീലിമയെ അവൻ രൂക്ഷമായി ഒന്ന് നോക്കി. പക്ഷേ ഇനി അവളെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അയാൾ ദേഷ്യഭാവം പെട്ടെന്ന് മാറ്റി. അല്ല, എന്തായി ശിവശങ്കറിന്റെ പ്രോജക്റ്റ്? ഉടനെ ഉണ്ടാവോ? നീലിമയോട് കുശലാന്വേഷണം പോലെയാണ് അയാൾ അത് ചോദിച്ചത്. നീലിമ അത് കേട്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു, ആ നടക്കും. എന്തായാലും നീലിമയെ സമ്മതിക്കണം. ആ ഒരൊറ്റ ഫോട്ടോഷൂട്ട് കൊണ്ട് സൂര്യയുടെ തലവരെ തന്നെ മാറ്റിയില്ലേ? സാമലക്സ് പറഞ്ഞു. നീലിമ അവനെ സംശയത്തോടെ നോക്കി. ഓ താങ്ക്സ്, ഞാൻ എന്റെ ജോലിയെ ചെയ്തുള്ളൂ. സാമലക്സ് അതുപോലെ കൃത്യമായി ജോലി ചെയ്തിരുന്നുവെങ്കിൽ സൂര്യ മുമ്പേ സ്റ്റാറായി വന്നേനെ, നീലിമ പറഞ്ഞു. അത് കേട്ട് സാമലക്സ് ചൂളിയ പോലെ നിന്നു. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, നീലിമ ഒരു പരിഹാസം പോലെ പറഞ്ഞിട്ട് നടന്നുപോയി. സാമലക്സ് അവൾ പോകുന്നത് നോക്കി കലിയോടെ നിന്നു. നിന്റെ നിഗളിപ്പ് ഞാൻ തീർക്കുന്നുണ്ടടി, സാമലക്സ് മനസ്സിൽ പറഞ്ഞു. നീലിമ വർഷ കിടക്കുന്ന ഹോസ്പിറ്റൽ മുറിയിലെത്തിയപ്പോൾ അവളെ അവിടെ ഓപ്പറേഷന് മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നീലിമയെ കണ്ടപ്പോൾ വർഷ അവളെ അരികിലേക്ക് വിളിച്ചു. സൂര്യയും ആ മുറിയിലുണ്ടായിരുന്നു. നീലിമ ചേച്ചി വരുമോ എന്ന് ഞാൻ ഏട്ടനോട് ഇപ്പോൾ ചോദിച്ചതേയുള്ളൂ, വർഷ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന വിഷാദം ഇപ്പൊ തീരെയില്ല. നീലിമ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരാതിരിക്കുവോ? മോളുടെ ഏട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? നീലിമ ചോദിച്ചു. ഉവ്വ്, ഏട്ടനെല്ലാം പറഞ്ഞു. ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട് ചേച്ചി, ഒരിക്കൽ അവന്റെ സമയം മാറുമെന്ന്. ഏട്ടൻ പക്ഷെ അത് വിശ്വസിക്കാറില്ല, വർഷ പറഞ്ഞു. നീലിമ അത് കേട്ട് സൂര്യയെ നോക്കി. അവൻ അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്റെ ഓപ്പറേഷൻ കൂടി സക്സസ് ആയാൽ ഏട്ടന്റെ എല്ലാ ടെൻഷനും തീരും, വർഷ പറഞ്ഞു. ആ ചെറിയ പെൺകുട്ടി വളരെ പക്വതയോടെ സംസാരിക്കുന്നത് നീലിമ കൗതുകത്തോടെ നോക്കി. അതെ, ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ്. ശിവശങ്കറിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചാൽ പിന്നെ നിന്റെ ഏട്ടനെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരുപാട് അവസരങ്ങൾ അവനെ തേടി വരും, നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എല്ലാത്തിനും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നീലിമ ചേച്ചിയോട് മാത്രമാണ്, വർഷ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം നല്ലതിനാ മോളെ, നീലിമ പറഞ്ഞു. അവളത് പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഫോണിൽ നോക്കിയ നീലിമ അമ്പരപ്പോടെ നിന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.